കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശമ്പള വർധനവ് ചോദിച്ചതിനെ തുടർന്ന് 25ഓളം നഴ്സുമാരെ മുറിയിൽ പൂട്ടിയിട്ടെന്നുള്ളൊരു വാർത്ത നമ്മളിപ്പോൾ കണ്ടു. ഇത് നഴ്സുമാർ കാലാകാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശമ്പളം അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ നഴ്സുമാർ അവർ ആത്മാർത്ഥമായി എത്ര പണിയെടുത്താലും അവർക്ക് മാന്യമായ ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നഴ്സുമാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. നഴ്സുമാർക്ക് പഞ്ഞമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരും മംഗലാപുരത്തും പിന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ഓരോ വർഷവും പഠിച്ചിട്ടിറങ്ങുന്ന അനേകം വിദ്യാർത്ഥികൾ ഇവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ ഇവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ആശുപത്രികൾ ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആശുപത്രികൾ ഒരുപാടുണ്ടെങ്കിലും ആശുപത്രികളിൽ രോഗികളുണ്ടെങ്കിലും ഒരുപാട് പൈസ അവർ രോഗികളുടെ നിന്ന് പിഴിയുന്നുണ്ടെങ്കിലും നഴ്സുമാർ അളവിലധികം ഉള്ളത് കൊണ്ട് അവർക്ക് തുച്ഛമായ ശമ്പളം കൊടുത്ത് അവരിട്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ നഴ്സുമാരുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ജെനുവിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ പല ആശുപത്രികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിസ്സാര ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്യുന്നത്. ഡോക്ടേഴ്സിനൊക്കെ നല്ല ശമ്പളം കൊടുക്കും, പക്ഷേ നഴ്സുമാർക്ക് കൊടുക്കില്ല. പക്ഷേ നഴ്സുമാർക്ക് ഒരുപാട് ജോലി, അവർ സിൻസിയറായിട്ട് അവർക്ക് പിടിപ്പത് പണിയുണ്ട്. അവരും കഷ്ടപ്പെടുന്നവരാണ്. അവരും ഈ പറയുന്നത് പോലെ നല്ല എമൗണ്ട് മുടക്കി പഠിച്ചിട്ടാണ് അവർ ഈ പറയുന്ന തൊഴിലിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറേ ഈ വിദേശത്തേക്ക് ആളുകൾ പോകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം ചൂഷണങ്ങൾ പഠിച്ചിട്ട് വന്ന് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിച്ച് സ്വന്തം നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർ പഠിച്ചിട്ട് പൈസ മുടക്കി പഠിച്ച് ചെയ്യുന്ന തൊഴിലിനെ മാന്യമായ അർഹിക്കുന്ന വേതനം കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അവർ കേരളം വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടാകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ അറിയാമോ, ഇതിനെതിരെ ഗവൺമെൻറ് ഒരു ശക്തമായ തീരുമാനം എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ നടത്തുന്നവരോടാണ്. നിങ്ങൾ മാന്യമായിട്ട് രോഗികൾക്ക് നിങ്ങൾ ചികിത്സയ്ക്ക് നിങ്ങൾ രോഗികളോട് വിട്ടുവീഴ്ച ചെയ്യാറോ അല്ലെങ്കിൽ കടം പറഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. നിങ്ങൾക്ക് മാന്യമായ ശമ്പളം, മാന്യമായ തുക പേഷ്യൻസ് പേ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സാധാരണക്കാരനായാലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടങ്ങുമെങ്കിൽ അത് ഏതെങ്കിലും വഴിക്ക് ഏതെങ്കിലും ചാരിറ്റി ട്രസ്റ്റോ ചാരിറ്റി സംഘടനകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പിരിവിട്ട് ആ ഹോസ്പിറ്റലിൽ എത്ര രൂപയാണ് ആവശ്യപ്പെടുന്നത് ആ തുക കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വരെ ഹോസ്പിറ്റലിൽ ആർക്കും വിട്ടുവീഴ്ച ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുന്ന ഹോസ്പിറ്റലും ഉണ്ട്. അതെല്ലാവർക്കും ഇല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കേസിന് അവർ ചിലപ്പോൾ ചില നിസ്സാര തുകകൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. വലിയ തുകയൊന്നും ആരും ഇതുവരെ വിട്ടുവീഴ്ച ചെയ്തിട്ടുമില്ല. അവർ കൃത്യമായിട്ട് എത്ര പാവങ്ങളാണെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് ആ പൈസ ബില്ല് പേ ചെയ്ത് ഡെഡ് ബോഡിക്ക് വരെ കാശ് മേടിച്ചിട്ട് അവർ വിട്ടുകൊടുക്കുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഹോസ്പിറ്റലുകൾ, ഇത്രയും വലിയ ഹോസ്പിറ്റലുകളെല്ലാം കെട്ടിപ്പൊക്കി അതിനകത്ത് മെഷീനറിയൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇത്തരം മുന്തിയ ഡോക്ടർമാർക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തിയിട്ട് അവർ നേഴ്സുമാർ വരുമ്പോൾ എന്തുകൊണ്ടാണ് നേഴ്സുമാർക്ക് തുച്ഛമായ ശമ്പളം കൊടുത്ത്, അത് തെറ്റാണ്. ആ നടപടി ശരിക്കും നല്ലതല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിനെ പോലെ തന്നെ വാല്യൂ ഉള്ള ഒരു ജോലി തന്നെയാണ് നേഴ്സും ചെയ്യുന്നത്. നഴ്സുമാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു രോഗിയെ പരിചരിക്കാൻ നിസ്സാര കാര്യമല്ല. ഡോക്ടർ ഒരു കുറിപ്പ് ചീട്ട് കൊടുത്തിട്ട് അത് ഇന്നമാതിരി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ബാക്കി ആ രോഗിയുടെ കൂടെ ഫുൾ ടൈം ഇടപഴകുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവരെ രോഗശയ്യയിൽ നിന്നും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നല്ലൊരു ഭാഗം പ്രവർത്തിക്കുന്നത് നഴ്സുമാരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. ഡോക്ടർമാർക്ക് 1 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ട് നേഴ്സിന് 15 രൂപ ശമ്പളം 15,000 രൂപ ശമ്പളം കൊടുക്കുന്നത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. ആകാശവും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ചെയ്യുന്ന തൊഴിലിന് മാന്യമായ ശമ്പളം കൊടുക്കണം. നമുക്കറിയാം ഇന്ന് കൂലിപ്പണിക്കാരൻ ഒരു തൂമ്പായുമായിട്ട് ഒരു കൂലിപ്പണിക്കാരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എങ്ങനെ പോയാലും നമ്മുടെ കേരളത്തിൽ 1,200 രൂപ ഇന്ന് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. 1000 രൂപയിൽ കുറഞ്ഞ് ശമ്പളത്തിന് ഇന്ന് ആരും ജോലി ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ കൂലിപ്പണിക്കാരുടെ കാര്യമാണ്. ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് 18,000 രൂപ ശമ്പളമുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, ഒരു തൂപ്പ് ജോലിക്ക് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും സ്കൂളുകളിലോ പോകുന്ന ഒരു യുവതിക്ക് 500 രൂപ ഡെയിലി കിട്ടും. 15,000 രൂപ അവർക്ക് മാസം കിട്ടും. അപ്പോൾ 8-10 ലക്ഷം രൂപ, 12 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ മുതൽ 12-15 ലക്ഷം രൂപ വരെ മുടക്കി നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് വരുന്നവർ, നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളം 18,000 രൂപ, 20,000 രൂപ, മാക്സിമം പോയി 25,000 രൂപയൊക്കെയാണ്. സീനിയറിറ്റി ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഒരുപാടുണ്ടെങ്കിൽ.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇത്തരം ഈ ഒരു കാര്യത്തിൽ ഈ നഴ്സുമാരുടെ ഇത് നമ്മൾക്കറിയാം, നമ്മളുടെ ചേർത്തലയിലും ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ കുത്തിയിരുന്ന് സമരം ചെയ്തു. അത് തീർപ്പാക്കിയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ന്യൂസ് എനിക്കറിയില്ല. പക്ഷേ ഈ സമരം ഈ നഴ്സുമാർ കൊടി പിടിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അമൃതയിലും ഇതുപോലെ തന്നെയായിരുന്നു. അമൃതയിലും ഞാൻ ഒരിക്കൽ ഒരു പിന്നെ നമ്മളുടെ ഒരു ബന്ധുക്കാരൻ ഒരു രോഗിയുമായിട്ട് ഇവിടുന്ന് അമൃതയിൽ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയുമായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് നമുക്കറിയാം അമൃതയിൽ നഴ്സുമാരുടെ സമരവും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ഇപ്പോൾ ഉള്ള കുറച്ച് കാലം മുമ്പ്. അന്ന് അതിനെക്കുറിച്ച് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അമൃതയിൽ തുച്ഛമായ ശമ്പളമാണ് അവിടുത്തെ നഴ്സുമാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരതിനെതിരെ പ്രതികരിച്ച് അല്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് മാതാ അമൃതാനന്ദമയ്യയെ സംബന്ധിച്ചിടത്തോളം അവർ അമ്മയാണല്ലോ. അപ്പം അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും കരുണയുള്ളവളായിരിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് ട്രസ്റ്റാക്കി മാറ്റി. ഇത് ഞാൻ എൻ്റെ അറിവല്ല, എന്നോട് പറഞ്ഞത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതാണ്. ഇതൊരു ട്രസ്റ്റ് എന്ന രീതിയിലാക്കി. പലരുടെയും സമ്മതം കിട്ടിയാൽ മാത്രമേ അങ്ങനെ ഒരു ശമ്പള വർധനവ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയായി. അപ്പോൾ മാതാ അമൃതാനന്ദമയി മാത്രം വിചാരിച്ചാൽ ശമ്പള വർധനവ് നടത്താൻ പറ്റില്ല. അപ്പോൾ എന്തൊരു ബുദ്ധിയാന്ന് നോക്കിയേ. അമൃതാനന്ദമയി എന്ന് പറഞ്ഞാൽ കരുണയുള്ള സ്ത്രീ ആയിരിക്കണം, ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് ഇത്തരം ഒരു ആവശ്യമായിട്ട് വരുന്നവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പരിഗണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് നഷ്ടം വരും. അപ്പോൾ അവരെന്ത് ചെയ്ത് അത് ട്രസ്റ്റാണ്. അപ്പോൾ പലരുടെ അഭിപ്രായം വരുമ്പോൾ അമൃതാനന്ദമയി എന്ന് പറയുന്ന സ്ത്രീക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇത് ഞാൻ എൻ്റെ കേട്ടറിവാണിത്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലായിടത്തും നഴ്സുമാർ അനുഭവിക്കുന്ന ഒരു ദുഃഖം അല്ലെങ്കിൽ നഴ്സുമാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്, ശമ്പളം. നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശമ്പളം എന്ന് പറയുന്നത് നഴ്സുമാർക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൃത്യമായ വേതനം കിട്ടുന്നില്ല എന്നുള്ള ഒരു വളരെ വലിയൊരു സത്യം തന്നെയാണ്. ഇപ്പോൾ ഈ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പിന്നെ വാർത്ത ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാർത്തയിൽ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം അവർ ജോലി നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലുകാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഷ്യൻസിന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ബോഡി വിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കാശ് മേടിച്ചിട്ട് വിടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ 2 ദിവസം ചികിത്സിക്കാൻ വരുന്നവരെ നിങ്ങൾ 4 ദിവസമാക്കിയിട്ട് അതിൻ്റെ ബില്ലടിക്കുക. എത്രയോ ഹോസ്പിറ്റലുകളിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കറിയാവുന്ന പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ചികിത്സിച്ചവർ അവരുടെ സ്വർണ്ണം പണയം വെച്ചും വീടിൻ്റെ ആധാരം പണയം വെച്ചും അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് പിരിവിട്ടും ലക്ഷങ്ങൾ മുടക്കിയിട്ടൊക്കെ തന്നെയാണ് അവർ തിരിച്ചു വരുന്നത് ഹോസ്പിറ്റലിൽ. അല്ലാതെ ഇന്നേ വരെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിട്ടുവീഴ്ച ചെയ്തെന്നും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ബില്ല് എമൗണ്ട് പകുതിയായിട്ട് കുറച്ചെന്നും എന്നൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ കേട്ടിട്ടില്ല. നാട്ടുകാരെല്ലാവരും കൂടെ പിരിവിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന് ഏകദേശം 40 ലക്ഷം രൂപ അടുത്ത് വേണമായിരുന്നു. നമ്മളുടെ ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിക്ക് 40 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ആ 40 ലക്ഷം രൂപ നാട്ടുകാരെല്ലാം കൂടെ പിരിച്ച് 40 ലക്ഷം രൂപ മുഴുവൻ പിരിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നാട്ടുകാരെല്ലാം കൂടെ പിരിച്ച് ഏകദേശം ഒരു എമൗണ്ട് ആക്കി പാർട്ടിക്കാരും ഈ പറയുന്ന എല്ലാവരും കൂടെ പിരിച്ചെടുത്തിട്ട് ഏകദേശം ഒരു എമൗണ്ട് ആക്കിയിട്ട് ആ കുട്ടിക്ക് അത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. അവരെ ഹോസ്പിറ്റലിനെ കുറ്റം പറയല്ല. കാരണം പിന്നെ ഇത്രയും രൂപ മുടക്കി കോടികൾ മുടക്കി ബിൽഡിങ് പണിത് അതിനകത്ത് ഇത്രയും മെഷീനറിയും കാര്യങ്ങളും ഇത്രയും സ്റ്റാഫിന് ശമ്പളമൊക്കെ കൊടുത്ത് പിന്നെ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അവർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ മേടിച്ചോ, മേടിക്കണ്ടെന്ന് പറയുന്നില്ല. രോഗികളുടെ നിന്ന് മേടിച്ചോ. പക്ഷേ ആ മേടിക്കുമ്പോൾ നിങ്ങൾ ആ മേടിച്ചത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനും കൊടുക്കണം. ആ മേടിക്കുന്നത് അവർ ചെയ്യുന്ന വേതനം അവർ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള വേതനം കൃത്യമായിട്ട് കൊടുക്കണം. അല്ലാതെ അവരെ മാത്രം ഇങ്ങനെ ഈ പറയുന്ന പോലെ കുറച്ച് ബലിയാടാക്കിക്കൊണ്ട് അവരെ ഇട്ട് പണിയെടുപ്പിച്ചിട്ട് ഈ പറയുന്നത് പോലെ കുറച്ച് മുന്തിയ അല്ലെങ്കിൽ കുറച്ച് പിന്നെ ഇതായിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രം കൊടുക്കരുത്. അവർക്കും കൊടുക്കണം. മനസ്സിലായോ? ഈ ഒരു ശാപം കിട്ടിയ ഒരു പരിപാടിയിൽ നിന്ന്, കാരണം നഴ്സുമാരെന്ന് പറഞ്ഞാൽ അവർ മാലാഖമാരാണ്. അവർ ജോലി ചെയ്യുന്നതിൻ്റെ അവർ രോഗികളെ രക്ഷിച്ചെടുക്കുന്നതിന് അവർ 100-ൽ ഒരു പക്ഷേ ഒരു ഡോക്ടർ രോഗം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് എഴുതുന്നുണ്ടെങ്കിൽ ആ രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് 100-ൽ 70% പ്രവർത്തിക്കുന്നത് നഴ്സുമാരാണ്. അപ്പോൾ അവരെ ദയവ് ചെയ്ത് തഴയരുത്. അവർക്ക് ജോലി ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കുക. അവർക്കും കുടുംബവും കുട്ടികളും പ്രാരാബ്ധവും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.